ഹായ്, കോമ്പാക്ട് സെറ്റിൻ്റെ ഡെഫിനിഷൻ മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഒരു പ്രോബ്ലം കൂടി ചെയ്യാം. പ്രോബ്ലം ഇതാണ്. അതായത് ഈ സെറ്റ് കെ ഈക്വൽ ടു സെറ്റ് 0 യൂണിയൻ സെറ്റ് 1/n, അത് ആറിൻ്റെ ഒരു കോമ്പാക്ട് സബ്സെറ്റാണ് കാണിക്കണം. ആർ വിത്ത് യൂഷ്വൽ മെട്രിക് ആട്ടോ ഉദ്ദേശിച്ചത്. ഇത് ഞാൻ ഡെഫിനിഷൻ മനസ്സിലാക്കാൻ വേണ്ടി ഇത് പ്രത്യേകിച്ച് പറയാൻ കാരണം, കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ റിസൾട്ട് പഠിക്കും. ആറിൻ്റെ ഒരു സബ്സെറ്റ് എന്ന് കഴിഞ്ഞാൽ അത് കോമ്പാക്റ്റ് ആണോ അല്ലെന്ന് പെട്ടെന്ന് തീരുമാനിക്കാൻ പറ്റുന്ന റിസൾട്ട് ഉണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ എക്സാമിനൊക്കെ ചെയ്യുക. പക്ഷേ ഇപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് റിസൾട്ട് ഒന്നും ഉപയോഗിക്കാതെ ഡയറക്റ്റായിട്ട് പ്രൂവ് ചെയ്യാണ്. ആ കോമ്പാക്ട് സെറ്റിൻ്റെ ഡെഫിനിഷൻ ഒന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് റൂഡിൻ്റെ അകത്തുള്ള ഒരു എക്സസൈസാണ്. റൂഡിനും പറയുന്നത് റിസൾട്ട് ഒന്നും ഉപയോഗിക്കാതെ ഡയറക്റ്റായിട്ട് പ്രൂവ് ചെയ്യാനാണ്. ഓക്കെ, അപ്പോൾ നേരെ പ്രൂഫിലേക്ക് പോവാം. അപ്പോൾ ഇത് ഈ കെ കോമ്പാക്റ്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടി നമുക്ക് എന്താ ചെയ്യേണ്ടത്? കെയുടെ ഏതൊരു ഓപ്പൺ കവർ എടുത്താലും അതിനൊരു ഫൈനൈറ്റ് സബ് കവർ എന്ന് കാണിക്കല്ലേ വേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ കെക്ക് ഒരു ഓപ്പൺ കവർ എടുക്കട്ടെ. കളക്ഷൻ ജി ആൽഫ. കളക്ഷൻ ജി ആൽഫ കെയുടെ ഓപ്പൺ കവറാന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഈ കളക്ഷൻ്റെ അകത്തുള്ള ഓരോ ജി ആൽഫയും എന്തായിരിക്കണം? ഓപ്പൺ സെറ്റ് ആയിരിക്കണം. മാത്രമല്ല അതിൻ്റെ യൂണിയൻ്റെ അകത്ത് കെ ഉണ്ടായിരിക്കുകയും വേണം. അതാണ് കെയുടെ ഒരു ഓപ്പൺ കവറാണ് ദിസ് കളക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഒക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ നമ്മുടെ ഡ്യൂട്ടി എന്താണ്? കെയുടെ ഇങ്ങനത്തെ ഏതൊരു ഓപ്പൺ കവർ എടുത്താലും അതിനൊരു ഫൈനൈറ്റ് സബ് കവർ ഉണ്ടെന്ന് കാണിക്കണം. അതായത് ഇതിൻ്റെ അകത്ത് നിന്ന് ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് ഓപ്പൺ സെറ്റ്സ് എടുക്കാൻ പറ്റുന്നത് സച്ച് ദാറ്റ് അതിൻ്റെ യൂണിയൻ്റെ അകത്ത് തന്നെ ആരുണ്ടാവും? കെ ഉണ്ടാവും. അതാണ് ഇതിനൊരു ഫൈനൈറ്റ് സബ് കവർ ഉണ്ടെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ ഞാൻ നേരെ കാര്യങ്ങളിലേക്ക് പോട്ടെ. അപ്പോൾ കെ ഇതിൻ്റെ സബ്സെറ്റ് ആണല്ലോ. 0 കെൻ്റെ അകത്തില്ലേ അല്ലേ? 0 കെൻ്റെ അകത്തുണ്ട്. അതുകൊണ്ട് തന്നെ 0 ഇവിടെ ഉണ്ടാവും അല്ലേ? 0 ഇവിടെ ഉണ്ടാവണമെങ്കിൽ ഏതോ ഒരു ജി ആൽഫയിൽ ഉണ്ടാവണ്ടേ അല്ലേ? എന്നാലല്ലേ ഇതിൻ്റെ യൂണിയൻ്റെ അകത്ത് ഉണ്ടാവുള്ളൂ. അപ്പോൾ 0 ഏതോ ഒരു ജി ആൽഫയിലുണ്ട്. ആ ജി ആൽഫയെ ഞാൻ ജി ആൽഫ നോട്ട് എന്ന് വിളിക്കട്ടെ. ക്ലിയർ ആണല്ലോ? 0 ഇവിടെ ഉണ്ട്, അതുകൊണ്ട് തന്നെ 0 ഈ യൂണിയൻ്റെ അകത്തുണ്ട്. അപ്പോൾ 0 ഏതോ ഒരു ജി ആൽഫയിൽ വേണം. ആ ജി ആൽഫയെ ഞാൻ ജി ആൽഫ നോട്ട് എന്ന് വിളിച്ചു. ഓക്കെ, ഇനി നമ്മളെ ജി ആൽഫകളുടെ പ്രത്യേകത എന്താ? അതെല്ലാം ഓപ്പൺ സെറ്റാണ്. അപ്പോൾ ജി ആൽഫ നോട്ടും ഒരു ഓപ്പൺ സെറ്റാണ്. 0 അതിൻ്റെ അകത്തുള്ളൊരു പോയിൻ്റാണ്. ഓപ്പൺ സെറ്റിൻ്റെ പ്രത്യേകത എന്താ? അതിൻ്റെ അകത്തുള്ള എല്ലാ പോയിൻറ്റും അതിൻ്റെ ഇൻറ്റീരിയർ പോയിൻ്റ് ആയിരിക്കണം. അപ്പോൾ 0 ഇസ് എൻ ഇൻറ്റീരിയർ പോയിൻ്റ് ഓഫ് ജി ആൽഫ നോട്ട്. അപ്പോൾ 0 ഉള്ളൊരു നൈബർഹുഡ് ജി ആൽഫ നോട്ടിലുണ്ടാവും. നമ്മളെ ഡിസ്കഷനൊക്കെ ആറിൻ്റെ അകത്തല്ലേ? ആറിൻ്റെ അകത്തുള്ള നൈബർഹുഡ് എന്ന് പറഞ്ഞാൽ ഇൻറ്റർവൽ ഫോമിലാണ് വരിക. അപ്പോൾ 0ൻ്റെ ഏതോ ഒരു റേഡിയസിലൊരു നൈബർഹുഡിൻ്റെ അകത്ത് ഉണ്ടാവണം അല്ലേ? ആ റേഡിയസിനെ ആർ എന്ന് വിളിക്കുകയാണെങ്കിൽ ആ നൈബർഹുഡിൻ്റെ ഫോം എങ്ങനെയാണ് വരിക? -RR അല്ലേ? ഇതല്ലേ 0 റേഡിയസിലെ 0 സെൻറ്റേഡ് ആയിട്ടുള്ള ആ റേഡിയസിലുള്ള ഒരു ബോൾ തന്നെ അങ്ങനെയല്ലേ? നൈബർഹുഡ് തന്നെ അങ്ങനെയല്ലേ വരിക? അപ്പോൾ ഇങ്ങനത്തെ ഒരു നൈബർഹുഡ്, 0ൻ്റെ ഒരു നൈബർഹുഡ് ഇതിൻ്റെ അകത്ത് വേണം. കാരണം 0 ഇസ് എൻ ഇൻറ്റീരിയർ പോയിൻ്റ് ഓഫ് ജി ആൽഫ നോട്ട്. ഞാനിങ്ങനെ ആവർത്തിച്ചിട്ട് ബോറടിപ്പിക്കുന്നില്ല, നിങ്ങൾ മനസ്സിലാക്കുക. സോ അങ്ങനത്തെ ഒരു നൈബർഹുഡ് ജി ആൽഫ നോട്ടിലുണ്ട്. 0ൻ്റെ ഒരു നൈബർഹുഡ് ജി ആൽഫ നോട്ടിലുണ്ട്. കാരണം 0 ഇസ് എൻ ഇൻറ്റീരിയർ പോയിൻ്റ് ഓഫ് ജി ആൽഫ നോട്ട്. പോസിറ്റീവ് മനസ്സിലാക്കാം. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുക. നമ്മളിപ്പം എന്താ നമ്മളെ ലക്ഷ്യം എന്തായിരുന്നു? ഈ ഓപ്പൺ കവറിന് ഒരു ഫൈനൈറ്റ് സബ് കവർ കൊണ്ടുവരികയാണ് അല്ലേ? നമുക്ക് എന്ത് ചെയ്യണം? ഇതിൻ്റെ അകത്ത് നിന്ന് ഫൈനൈറ്റ് നമ്പർ ഓഫ് ഓപ്പൺ സെറ്റ്സ് കിട്ടണം. അതിൻ്റെ യൂണിയൻ്റെ അകത്ത് കേണ്ടത് പറയാൻ പറ്റണം. നമ്മളെ ജി ആൽഫ നോട്ടിൽ ഇപ്പോൾ 0 ഉണ്ട്. 0 മാത്രം മതിയോ അല്ലേ? നമ്മൾ ഈ മൊത്തം സെറ്റിനെ കവർ ചെയ്യണം. അതിന് ജി ആൽഫ നോട്ട് കവർ ചെയ്തോളൊന്നുമില്ല. കാരണം അത് 0 മാത്രമേ ഇപ്പോൾ തൽക്കാലത്തെ നമുക്ക് 0 ഉണ്ടെന്നേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കുക, 0 മാത്രമാണോ ജി ആൽഫ നോട്ടിൽ ഉണ്ടാവുക? ജി ആൽഫ നോട്ടിന് കുറച്ചുകൂടി ആൾക്കാരെ കവർ ചെയ്യാൻ പറ്റുമോ എന്ന് ആലോചിച്ച് നോക്ക്. പറ്റും. 0നെ മാത്രമല്ല ജി ആൽഫ നോട്ട് കവർ ചെയ്യണത് ഇതിൻ്റെ അകത്തുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മളെ 0 കഴിഞ്ഞുള്ള ബാക്കിയുള്ള സെറ്റ് 1/n അതൊരു സീക്വൻസ് കൺവേർജിങ് ടു 0 അല്ലേ? 1, 1/2, 1/3 അങ്ങനെ വരുന്നത് 1/n അത് 0യിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതല്ലേ? എന്ന് നോക്കുക. നമ്മളെ ജി ആൽഫ നോട്ടിൻ്റെ പ്രത്യേകത എന്താ? അതിൻ്റെ അകത്ത് 0 സെൻറ്റേഡ് ആയിട്ടുള്ള ഈ ഒരു നൈബർഹുഡ് ജി ആൽഫ നോട്ടിലുണ്ട്. ആ നൈബർഹുഡിനെ അങ്ങനെ മാർക്ക് ചെയ്യട്ടെ, -RR എന്ന് മാർക്ക് ചെയ്യട്ടെ. ഇനി നോക്ക്, നമ്മളെ ഈ സീക്വൻസ് കൺവേർജിങ് ടു 0 ആണ്. അപ്പോൾ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ ഈ 1/nലുള്ള എല്ലാ ആൾക്കാരും എവിടെ വരും? ഇതിൻ്റെ അകത്ത് കിടക്കും അല്ലേ? ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ മൊത്തം ഇതിൻ്റെ അകത്ത് കയറും. അപ്പോൾ ഇതിൻ്റെ പുറത്ത് ഈ സെറ്റിൻ്റെ ഇവിടെയുള്ള ആൾക്കാർ, ഈ ജി ആൽഫ നോട്ടിൻ്റെ പുറത്ത് കുറച്ച് ആൾക്കാർ, ഫൈനൈറ്റ് നമ്പർ ഓഫ് ആൾക്കാരെ പുറത്തുണ്ടാവുള്ളൂ അല്ലേ? ഇതിങ്ങനെ 0യിലേക്ക് ഇറങ്ങിപ്പോരുക അല്ലേ? അപ്പോൾ ഒരു സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ആർക്കിമിഡിയൻ പ്രോപ്പർട്ടി വെച്ചിട്ട് നിങ്ങൾ റിഗ്രസ് ആക്കാം കേട്ടോ. ഒക്കെ നിങ്ങൾ വിട്ടു തന്നു. ഈ സീക്വൻസിൻ്റെ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ മൊത്തം നമ്മളെ ഈ -RRനകത്ത് വരും അല്ലേ? ഈ നൈബർഹുഡിൻ്റെ അകത്ത് ഇറങ്ങി വരും. ഈ നൈബർഹുഡ് കംപ്ലീറ്റ് ജി ആൽഫ നോട്ടിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയാൻ പറ്റും? ഇതിൻ്റെ അകത്തുള്ള ഒരു 1/k എന്നിട്ട് വിളിച്ചോ.
ഒരു 1/k താഴെയുള്ള കംപ്ലീറ്റ് ആൾക്കാരും ജി ആൽഫ നോട്ടിനകത്ത് വന്നു. 0 മാത്രമല്ല ജി ആൽഫ നോട്ട് കവർ ചെയ്യുന്നത്, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ആൾക്കാർ, അതായത് ഈ 1/k കഴിഞ്ഞ് ബാക്കി അതിൻ്റെ താഴോട്ടുള്ള എല്ലാവരും എവിടെ എത്തി? ജി ആൽഫ നോട്ടിലെത്തി. അപ്പോൾ ജി ആൽഫ നോട്ട് കവർ ചെയ്യാത്ത ആൾക്കാർ ഫൈനൈറ്റ് നമ്പർ ഓഫ് ആൾക്കാരെ ഉണ്ടാവുകയാണെങ്കിൽ, അല്ലേ? പുറത്ത് വരികയാണെങ്കിൽ കുറച്ച് ഫൈനൈറ്റ് നമ്പർ ഓഫ് ആൾക്കാരെ പുറത്തുണ്ടാവുള്ളൂ, അല്ലേ? നിങ്ങൾ പോസിറ്റീവ് മനസ്സിലാക്കുക. ചിലപ്പോൾ ആരും തന്നെ അല്ലാണ്ടൊക്കെ ചെയ്യും. കാരണം എന്താ, ഈ 6 കുറച്ച് വലുതൊക്കെ ആണെങ്കിൽ 1 വലിയ നമ്പറാണ് 6. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താ 0 ഉള്ളൊരു നൈബർഹുഡ് ഇതിൻ്റെ അകത്ത് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതിൻ്റെ റേഡിയസ് എന്താണെന്ന് നമുക്കറിയില്ല. അതിൻ്റെ റേഡിയസ് ചിലപ്പോൾ 2 ആണെങ്കിൽ ഈ സാധനം ഇങ്ങനെ വരില്ലേ? അപ്പോൾ നമ്മളെ സീക്വൻസ് മൊത്തം, നമ്മൾ ഈ സെറ്റ് മൊത്തം ആ ബോളിൽ തന്നെ വരും. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനാണ് നമ്മളെ 6 അത്രയും വലുതാണെങ്കിൽ നമ്മളെ സെറ്റ് മൊത്തം കവർ ചെയ്യാൻ ജി ആൽഫ നോട്ട് തന്നെ മതി. പക്ഷെ അതെപ്പോഴും ആയിക്കോളുന്നില്ല, 6 വേണമെങ്കിൽ ചെറുതാവാം. ചെറുതാവുന്ന സമയത്ത് എന്ത് സംഭവിക്കുള്ളൂ? ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് ആൾക്കാരെ പുറത്തുണ്ടാവുള്ളൂ, അല്ലേ? ബാക്കിയുള്ളവരൊക്കെ എന്താവും? നമ്മൾ ജി ആൽഫ നോട്ടിലുണ്ടാവും, അല്ലേ? അപ്പോൾ ജി ആൽഫ നോട്ട് കവേഴ്സ് all of the elements in the sequence except finite number of elements. ഈ ഫൈനൈറ്റ് നമ്പർ ഓഫ് ആൾക്കാർ വെച്ച് ബാക്കിയുള്ള എല്ലാവരും ജി ആൽഫ നോട്ട് കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി ഫൈനൈറ്റ് സബ് കവറിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചൊക്കെ കിട്ടും. എന്ത് ചെയ്താൽ മതി? ആ ഫൈനൈറ്റ് സബ് കവറിൻ്റെ അകത്ത് ഒരാൾ ജി ആൽഫ നോട്ട് വെക്കുക. അയാൾ മതിയായിക്കോളൊന്നുമില്ല, അതിൻ്റെ പുറത്ത് ആൾക്കാരുണ്ടാവും. അവരെന്ത് ചെയ്യുക? ഇപ്പോൾ ഈ 1/k മുതൽ താഴോട്ടുള്ളവരല്ലേ പുറത്ത് മൊത്തം ജി ആൽഫ നോട്ടിലുണ്ടല്ലോ. ഇനി അപ്പുറത്തുള്ളവരാ 1/k - 1, 1/k - 2 എക്സെട്ര 1 വരെയുള്ളവരല്ലേ പുറത്തുണ്ടാവുക. എന്ത് ചെയ്താൽ മതി? ഈ 1/k - 1 കേലുണ്ടല്ലോ, അല്ലേ? ഈ കലക്ഷനകത്തുള്ളവരാണ് 1/k - 1, അത് കേലുണ്ടല്ലോ. അപ്പോൾ അതിവിടെ ഏതോ ഒരു ജി ആൽഫയിൽ ഉണ്ടാവുമല്ലോ. ആ 1/k - 1 ഉള്ള ജി ആൽഫേനെ എന്ത് വിളിക്കുക? ജി ആൽഫ k - 1 എന്ന് വിളിക്കുക. എക്സെട്ര 1 വരെ 1 ഇവിടെ കേലുണ്ടല്ലോ. അപ്പോൾ അത് ഏതോ ഒരു ജി ആൽഫയിൽ ഉണ്ടാവുമല്ലോ. ആ ജി ആൽഫനെ ഞാൻ ജി ആൽഫ 1 എന്ന് വിളിക്കുക. അപ്പോൾ നോക്കുക, 1/k മുതൽ താഴോട്ടുള്ള എല്ലാവരും ഇൻക്ലൂഡിങ് 0 എവിടെ പെട്ടു? ജി ആൽഫ നോട്ട് പെട്ടു. 1/k - 1 ജി ആൽഫ k - 1 1/k - 2 ജി ആൽഫ k - 2 എക്സെട്ര 1 ജി ആൽഫ 1 അപ്പോൾ ഇതിൻ്റെ മൊത്തം യൂണിയൻ എടുക്കുകയാണെങ്കിൽ, അല്ലേ? ജി ആൽഫ നോട്ട് യൂണിയൻ ജി ആൽഫ k - 1 യൂണിയൻ എക്സെട്ര യൂണിയൻ ജി ആൽഫ 1. ഇതിൻ്റെ അകത്ത് നമ്മളൊക്കെ ഉണ്ടാവില്ലേ? ഷുവറല്ലേ? ഇവിടുന്ന് താഴോട്ടുള്ള 1/k മുതൽ താഴോട്ടുള്ളവരൊക്കെ ഇവിടെയും പെട്ടു, ബാക്കിയുള്ള ഈ ഫൈനൈറ്റ് നമ്പർ ഓഫ് ആൾക്കാർ ഇവിടെയും പെട്ടു, അല്ലേ? അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മളൊക്കെ ഉണ്ടാവും. ഇതെന്താണ്? ഒരു ഫൈനൈറ്റ് സബ് കവറായി മാറിയില്ലേ? അപ്പോൾ ഇത് കോമ്പാക്റ്റ് അല്ലേ? ബാക്കി നിങ്ങൾ ക്ലിയർ ആക്കുക. ഓക്കെ, താങ്ക് യു.